അങ്ങനെ ഡ്യൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. ഗോവ ഡാമിനൻ ഡ്യൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ് ഡ്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ഓട്ടോ അവൈലബിൾ അല്ല. അപ്പോൾ ഓട്ടോയിൽ പോവുകയാണെങ്കിൽ നല്ല പൈസ വരും. അപ്പോൾ എല്ലാവരും റെൻ്റേക്കാറാണ് എടുക്കുന്നത്. അപ്പോൾ റെൻ്റേക്കാർ എടുത്തിട്ട് ഇവിടെ 1-2 ചർച്ചുണ്ട്, ബീച്ചുകളാണ് അധികം. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ട് ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കണോ വേണ്ടോ എന്നുള്ളതൊന്നും ഡിസൈഡ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കട്ടെ. നമ്മുടെ വണ്ടി പോകാൻ പോണ വണ്ടിയിലെ ഫുള്ള് ഒന്ന് വീഡിയോ എടുക്കാം. രണ്ടിന് പോണതല്ലേ. വണ്ടി അങ്ങനെ രണ്ടിനൊക്കെ എടുത്തിട്ട് ഇനി ഫോർട്ട് കാണാൻ പോവാ. ഡ്യൂ ഫോർട്ട്. നല്ല വെയിലുണ്ട്, എന്താണെന്ന് അറിയില്ല. ടിക്കറ്റ് ഉണ്ടാവും, ടിക്കറ്റില്ലാണ്ടിരിക്കില്ല. പാർക്കിങ്ങിന് ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം ഫുള്ള് മന്ദിരമായിരുന്നു കണ്ടിരുന്നത്. മന്ദിർ ടെമ്പിൾസ് ഇന്ന് മാറ്റം പിടിച്ചൊരു ഫോർട്ട് കാണാൻ പോവാ. എൻ്റെ ചുറ്റും വെള്ളമുണ്ട് കണ്ട. ആൾക്കാർ ഫോർട്ടിലേക്ക് കിടക്കാൻ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരണേ കണ്ട. ഇതാദ്യമായിട്ട് കാണണേ. നോ ക്യാഷ് നോ യു പേ ഓൺലി കാർഡൊക്കെ ആയിട്ട് ആരാ വരണേ എന്താണെന്നറിയില്ല. എന്തായാലും ഡ്യൂ ഫോർട്ട് കണ്ടിട്ട് വരാം. ഫ്രണ്ടിൽ ബൊക്കെയൊക്കെ ചെയ്തിട്ട് ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഭയ്യ ठीक है, थैंक यू नहीं सही, थैंक यू. 1983 പോർച്ചുഗീസുകാരുണ്ടാക്കിയ കോട്ടയാണ് ഈ കാണുന്ന ഡ്യൂ ഫോർട്ട്. അന്നത്തെ കാലത്തെ ഗുജറാത്ത് സുൽത്താനായ ബഹദൂർ ഷാ അവരുടെ ഡിഫൻസിന്റെ ഭാഗത്തിന് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഒപ്പ് വെച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്യൂ ഫോർട്ട് ഉണ്ടാക്കിയത്. പോർച്ചുഗീസുകാരുടെ കോളനി അതേപോലെ തന്നെ അവരുടെ കടൽ വഴികൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്യൂ ഫോർട്ട് നിർമ്മിച്ചത്. 3 ഭാഗങ്ങളിലും ചുറ്റപ്പെട്ട കടലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മതിലുകളൊക്കെ അത്രയ്ക്കും ബലമുള്ളതാണ്. അവിടേക്ക് നടന്നു നോക്കട്ടെ. പണ്ട് കാലത്ത് കപ്പലൊക്കെ യുദ്ധത്തിന് വരുന്ന ഇവിടുന്ന് പട്ടയ്ക്കും ദും ദും. നല്ല രസമുണ്ട് കാണാൻ. ഒരു മൊത്തം ചുറ്റാണെങ്കിൽ ഒരു 4-5 കിലോമീറ്ററിന് ഉള്ളിൽ മൊത്തം ഒരു കാഴ്ചയാ. ആൾക്കാർ ഇതിൻ്റെ അവിടെ നിന്ന് മണൽ വാരി കൊണ്ടുപോകണ്ട. എന്തായാലും അവരെ പണി നടക്കട്ടെ. ഇവര് പറക്കാൻ വന്നിട്ടില്ല ചാക്കയിട്ട് മണല് എടുക്കാനാ. നമ്മുടെ നാട്ടിലിപ്പോൾ വെള്ളം മണൽ കിട്ടാനില്ലല്ലോ, എംസാൻഡ് ആയില്ലോ ഇപ്പോൾ മൊത്തം. പോർച്ചുഗീസ് അതേപോലെ തന്നെ ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ ഒരു രണ്ടും ചേർന്ന ഒരു ഫോർട്ടാണ് ഈ കാണുന്ന ഡ്യൂ ഫോർട്ട്. അതിന്റെ ആർക്കിടെക്ചറൽ ഭംഗി നമുക്ക് ഇവിടെ ആസ്വദിക്കാം. മെയിനായിട്ട് ഈ ഡ്യൂ ഫോർട്ടിൽ നമുക്ക് കാണാനുള്ളത് ഒരു ചാപ്പലുണ്ട്, അതേപോലെ ജയിലുണ്ട്, സെല്ലുകളുണ്ട്, പിന്നെ ഭടന്മാർക്കായിട്ടുള്ള അവർക്കുള്ള സ്റ്റേ, അതുപോലെ അവരുടെ തോക്ക് കാര്യങ്ങളൊക്കെ എടുത്തേക്കാനുള്ള റൂമുകളൊക്കെ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ട പണ്ട് കാലത്തെ കള്ളന്മാരെ ഇട്ടിരുന്ന സ്ഥലമാണ് ജയിലാവുന്നുണ്ട്. ഫോൺ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുക. പഴയ പോലെ ഒരു പെർഫോമൻസ് ഇല്ല ഫോണിനെ. വീഡിയോ പകർത്താനുള്ളൊരു ഇത് പോയി. ഇപ്പോൾ അതിമനോഹരമായ പൂന്തോട്ടം ഇവിടെ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇവിടെ ആൾക്കാരെ അവർ നിയോഗിച്ചിട്ടുണ്ട്. കാണുന്ന മൂല ഫോർട്ടിലത്തെ ബാത്റൂമാണ് കണ്ട. പണ്ടത്തെ കാലത്തെ ബാത്റൂം പോലെയുണ്ട്. കുറെ ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടോക്കണതല്ല, പൊളിഞ്ഞുപോയി. കുറെ കാലമായല്ലോ. കളിയാ നല്ല ചൂടുണ്ട്. ഫോർട്ടൊക്കെ കൊള്ളാം. നല്ല വെയിലുള്ള സമയത്താണല്ലോ വന്നത്. പിന്നെ പരാതി ഒന്നും പറയല്ലേ. നമുക്ക് കിട്ടിയ സമയത്ത് പോതെന്താ ഇവിടെ ഒരു കുന്നുപോലെ. കയറി നോക്കട്ടെ ആദ്യം.
ഈ സ്ഥലം കാണുമ്പോഴേ നമ്മൾ ഗെയിം കളിച്ചിരുന്ന് ഓർമ്മ വരണേ. ഏജ് ഓഫ് അമ്പയേഴ്സ്, അസാസിൻ ക്രീഡൊക്കെ. ബ്ലാക്ക് ഫ്ലാഗിലൊക്കെ നമ്മൾ ഫോർട്രസ് എടുക്കും, കാനോൺസും കാര്യങ്ങളൊക്കെ ഇട്ട്. കണ്ട ബെല്ല്, അക്രമികൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ബെല്ലടിച്ച് അറിയിക്കാനായിട്ട്. സൈഡിലൊക്കെ കാനോൺസ് കണ്ട. അവിടെ നമ്മൾ നേരത്തെ പോയിട്ടാ ഫോട്ടോ എടുത്ത് അവിടെ ഇരുന്നു. അവിടെ ഒരു ഐലൻഡ് കാണാണ്ട്. ഫോർട്ട് കാണാൻ താല്പര്യമുള്ളവരാണ്, അതുപോലെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താഴെ നിന്നൊരു വണ്ടി ഉണ്ട്, ഒരു ഷട്ടിൽ സർവീസാണ്. അതിൽ കയറി വരായിരിക്കും ഭേദം, അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ടാവും. ഈ കാണുന്നതാണ് വാച്ച് ടവർ. അവിടെ ഒരു പള്ളിയുണ്ട്. ഇപ്പം നമുക്ക് പോവാ അവിടേക്ക്. ഇത്ര പഴക്കമുള്ളതാണെന്ന് അറിയോ? ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്തോ. ക്രിസ്ത്യനേഴ്സിന് ഇടാനുള്ള സ്ഥലമാണ്. ഈ ലോക്കൊന്നുമില്ല. കണ്ടാ ഉള്ളിലിത് അണ്ണാനൊക്കെ പോണേ. പ്രാവൊക്കെ ഉണ്ട്. ക്രിസ്ത്യനേഴ്സിൻ്റെ സ്ഥലം. തൂക്കിക്കൊള്ളുള്ള സാധനമൊക്കെ ഉണ്ട് ലിസ്റ്റാ ഉള്ളില്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. പള്ളിയാട്ടാ. പണ്ടത്തെ പട്ടാളക്കാരൊക്കെ പ്രാർത്ഥിച്ചിരുന്നാവും മരിക്കാണ്ടിരിക്കാൻ. എന്നാൽ വീട്ടിൽ പോയിട്ട് ഭാര്യമാരെ നോക്കിയിരിക്കാമല്ലോ. പാവങ്ങള്. കുറെ കല്ലുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഗവേൺഡ് ഹെസ്റ്റോ എഡോ ലൈഡിയില്ലേ, ഫുൾ ലെറ്റേഴ്സ് ഇല്ല. ലിബർമാൻഡോമിൻ അവോയിഹസ് മാനോഡിയസ് ദി ഒക്കെയാണ് പോർച്ചുഗീസ് ആണെന്നുണ്ട്. പള്ളിയിലെ പഴയ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പേടിയുണ്ട്. ഇവിടെ കയറാറുണ്ടോ എന്തോ. പള്ളി ഇങ്ങനെയല്ലേ ഈശോയെ. കടയിൽ മരിച്ച ആൾക്കാരുടെ സിംഹത്തിരിയാണോ? കുറെ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിടുത്തില്ല. മൊത്തം ചോരയാട്ടാ. എന്താ സംഭവം എന്നറിയില്ല. ഫുള്ള് ബ്ലഡാണ്. ഓ പ്രാവ്. പണ്ടാരം പേടിപ്പിക്കാനുണ്ട് പ്രാവ്. ഒന്നും ചെയ്യില്ല ഞാൻ പോവാ. സൗണ്ട് കേട്ടാ. ഈ കാണാൻ വിളിച്ചില്ല കേട്ടാ ഉള്ളി കയറുമ്പോ. ലൈം സ്റ്റോണ്, തേക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ചർച്ചാണ് ഈ കാണുന്ന സെന്റ് തോമസ് ചർച്ച്. ഇത് മ്യൂസിയം ആണ്. കണ്ടില്ലേ പള്ളി? കണ്ടില്ലേ എമ്പുരാനിലത്തെ പള്ളിയൊക്കെ പോലെ. കാണുമ്പോൾ കുറച്ച് പേടിയുണ്ടാ ഉള്ളില്. ആളെനക്കൊന്നുമില്ല. 2 പ്രാവങ്ങളായിരുന്നു. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെയാന്ന് വെച്ചാൽ കുറച്ച് ചെറുതായിട്ടൊന്ന് പേടിച്ചു. അങ്ങനെ. പക്ഷെ നല്ല വെയിലുണ്ട്. മൊത്തം ചുറ്റി കാണാൻ എളുപ്പമല്ല. മൊത്തം ചുറ്റി കണ്ടാലും ഇപ്പോൾ യൂട്യൂബിലിട്ടപ്പോൾ ഇപ്പോൾ ആരും കാണാനും പോകണില്ലേ. അപ്പോൾ കുറച്ചും കൂടി ദൂരം ആ വാച്ച് ടവറിൻ്റെ അടിക്കും കൂടി പോകണമെന്നുണ്ട്. വാച്ച് ടവറും കൂടി കണ്ടിട്ട് ഞാൻ മടങ്ങാം. പഴയ പള്ളിയിലെ അൾത്താരയും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. നല്ല കാറ്റും. എന്താ പറയാ, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് വെള്ളമാണ് 3 സൈഡിലും. വാച്ച് ടവർ കണ്ട. വാച്ച് ടവർ എത്തി. അടച്ചാക്ക. മോളിക്ക് പോകാൻ പറ്റില്ല. नहीं ऊपर जा सकते नहीं ना. 2 കൊല്ലം മുന്നേ വരെ ഈ വാച്ച് ടവർ നമുക്ക് കയറി കാണായിരുന്നു. പക്ഷെ ഇപ്പോൾ വിനോദസഞ്ചാരികളൊക്കെ വന്ന് സെൽഫിക്ക് എടുത്ത് അപകടം വരാണ്ടിരിക്കാൻ വേണ്ടി അവരതിപ്പോൾ നിർത്തി. തീപ്പാണ്. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ തെന്നി വിടാം. മലയാറ്റൂര് മല ഇറങ്ങണവർക്ക് കുഴപ്പമില്ല. മലയാറ്റൂർ മലര സീസണാണല്ലോ. നമ്മൾ ആ വണ്ടിയിൽ കയറി പോയാലോ ഒന്ന് ആലോചിക്കണേ. ഇത്ര ദൂരം നടന്ന് അവിടെ എത്താണെങ്കിൽ സമയം മൊത്തം പോവും. നമ്മൾ വണ്ടിയിൽ പോവാ. ഒരു ഗഡിമോനുണ്ട് കണ്ട. ഹായ്. ഞങ്ങള് റിട്ടേൺ തിരിച്ച് വണ്ടിയിൽ
അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ കുറച്ച് ദിവസവും. വന്ന വഴികളൊക്കെ കണ്ട, വഴി കാര്യങ്ങളൊക്കെ കണ്ട. ഡ്യൂവിലത്തെ വിശേഷങ്ങളായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇന്ന് ഡ്യൂ ഫോർട്ട് കവർ ചെയ്തപ്പോൾ തന്നെ കുറേ സമയം അങ്ങനെ പോയി. ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡ്യൂ ഫോർട്ട് കണ്ടു കഴിഞ്ഞു. ഈ മടക്കം പോയി. ഈ വണ്ടികൾ ഉപകാരമുണ്ട് കേട്ടോ, പക്ഷേ വൺ സൈഡെങ്കിലും നടന്നാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഓടിച്ചെത്തിയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. വൺ സൈഡ് നടന്ന് കാണാം, റിട്ടേൺ വരുമ്പോൾ വണ്ടി ഉപയോഗിക്കുക. വണ്ടി ഉപയോഗിക്കണതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം സേവ് ചെയ്യാം. കാര്യം എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം നമുക്ക് നോക്കാം. ഡ്യൂ ഫോർട്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു.